ഹായ് എവരി വൺ, വെൽക്കം ടു എഡ്യൂബിലിറ്റി ലേണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റെസ്റ്റോറേഷൻ ഏജിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിവിൽ വാർ പീരീഡിനെ കുറിച്ചും അതിനുശേഷം 1649 ടു 1660 വരെയുള്ള കാലഘട്ടത്തിൽ വരുന്ന ഏജ് ഓഫ് ഇൻറക്നം പീരീഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അത് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു 1642 ടു 1649 വരെയുള്ള കാലത്ത് പാർലമെൻറ്റും കിങ്ങും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1649 ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം 1649 ടു 1660 വരെയുള്ള കാലത്ത് ഇംഗ്ലണ്ട് പാർലമെൻറ്റിൻ്റെ കീഴിലാണ് ഭരണം നടത്തുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് റിപ്പബ്ലിക് ആയിക്കൊണ്ട് ഒലിവർ ക്രോംവെലിനെ പോലെയുള്ള ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമയത്ത് ഇംഗ്ലീഷ് രാജ്യം ഭരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം വീണ്ടും മൊണാർക്കിക്കൽ റൂള് റീസ്റ്റോർ ചെയ്യുന്ന കാലഘട്ടമാണ് ഏജ് ഓഫ് റെസ്റ്റോറേഷൻ എന്നുള്ള രൂപത്തിൽ പറയുന്നത്. 1660 വീണ്ടും ഇംഗ്ലീഷ് മൊണാർക്കിക്കൽ റൂൾ റിസ്റ്റോർ ചെയ്യുന്നത്. ചാൾസ് ഫസ്റ്റിന് ശേഷം ചാൾസ് സെക്കൻഡാണ് 1660 അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ചാൾസ് സെക്കൻഡ് റിട്ടേൺസ് ടു പവർ ഇൻ 1660. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തിയേറ്റേഴ്സ് റീസ്റ്റോർഡ് ഇൻ 1660 എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. തിയേറ്റേഴ്സ് ക്ലോസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 1642 ആയിരുന്നു. 1642 പാർലമെൻറ്റും കിങ്ങും തമ്മിൽ വലിയ രൂപത്തിൽ സിവിൽ വാർ നടക്കുന്ന സമയത്ത് 1642 തിയേറ്റേഴ്സ് ക്ലോസ് ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 18 ഇയേഴ്സിന് ശേഷമാണ് വീണ്ടും ചാൾസ് സെക്കൻഡ് അല്ലെങ്കിൽ മൊണാർക്കിക്കൽ റൂള് അധികാരത്തിലേക്ക് വന്നതിന് ശേഷമാണ് 1660 വീണ്ടും ഈ തിയേറ്റേഴ്സ് റീഓപ്പൺ ചെയ്യുന്നത്, തിയേറ്റേഴ്സ് റീസ്റ്റോർ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏജിനെ ഏജ് ഓഫ് ഡ്രൈഡൻ എന്ന് വിളിക്കാറുണ്ട്. കാരണം ഈ ഏജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ് ഡ്രൈഡൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പൊളിറ്റിക്കൽ പോയിംസും മറ്റുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ അദ്ദേഹമാണ് ഇംഗ്ലണ്ടിലെ ആദ്യമായിട്ടുള്ള പോയറ്റ് ലോററ്റ് എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം 1668 ഇംഗ്ലണ്ടിലെ ആദ്യത്തെ പോയറ്റ് ലോററ്റ് ആയിട്ട് അധികാരത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഈ ഏജിനെ ഏജ് ഓഫ് ഡ്രൈഡൻ എന്നുള്ള രൂപത്തിൽ കൂടി വിളിക്കാറുണ്ട്. നമ്മൾ നേരത്തെ എലിസബത്തൻ ഏജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലിസബത്തൻ ഏജ് ഈസ് ഓൾസോ നോൺ ആസ് ഏജ് ഓഫ് ഷേക്സ്പിയർ. കാരണം ആ ഏജിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു ഷേക്സ്പിയർ എങ്കിൽ ഈ ഏജിലുള്ള റെസ്റ്റോറേഷൻ ഏജിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ് ഏജ് ഓഫ് ഡ്രൈഡൻ എന്നുള്ളതാണ്, ജോൺ ഡ്രൈഡൻ എന്നുള്ളത് കൊണ്ട് ഈ ഏജിനെ ഏജ് ഓഫ് ഡ്രൈഡൻ എന്നുള്ള രൂപത്തിലും വിളിക്കാറുണ്ട്. മറ്റൊന്ന് 1662 റോയൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എക്സ്പ്ലോറേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഈ റോയൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന് ഈ ഏജിൽ നടന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് 1666 നടക്കുന്ന ഗ്രേറ്റ് ഫയർ, ലണ്ടനിൽ നടക്കുന്ന ഗ്രേറ്റ് ഫയർ എന്നുള്ള കാര്യം കൂടി ഓർത്തു പോവുക. ഇതെല്ലാമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സമയത്ത് നടക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസിഡൻസ്. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പാർലമെൻറ്റും കിങ്ങും രണ്ട് ഭാഗമായിക്കൊണ്ട് പാർലമെൻറ്റും കിങ്ങും വലിയ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ രണ്ട് പാർട്ടീസ്, ഒന്ന് പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ടിയും അതേപോലെ തന്നെ കിങ്ഡത്തെ സപ്പോർട്ട് ചെയ്യുന്ന മൊണാർക്കിക്കൽ റൂളിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പാർട്ടിയും, രണ്ട് പാർട്ടീസ് ആയിക്കൊണ്ട് ഇംഗ്ലീഷ് ജനത ഭാഗം മാറുകയാണ്. അതിലൊന്ന് ടോറീസ് ആണ്, മറ്റൊന്ന് വിക്സ് ആണ്. ടോറീസ് എന്ന പാർട്ടിയായിട്ടും വിക്സ് എന്ന് പറയുന്ന പാർട്ടിയായിട്ടും ഈ രണ്ട് പാർട്ടീസായിട്ടും ഒന്ന് പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതും മറ്റൊന്ന് മൊണാർക്കിക്കൽ റൂളിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പാർട്ടീസ് ആയിക്കൊണ്ട് മാറുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1660 ചാൾസ് സെക്കൻഡ് അധികാരത്തിൽ വന്നു. അതിനുശേഷം 1685 ജെയിംസ് സെക്കൻഡ് അധികാരത്തിൽ വരുന്നത്. എന്നുവെച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞു ജക്കോബിയൻ ഏജ് എന്ന് പറയുന്നത് ജെയിംസ് ഫസ്റ്റ് ഭരിച്ച കാലമായിരുന്നു. അതിനുശേഷം കാരോലിൻ ഏജ് എന്ന് പറയുമ്പോൾ ചാൾസ് ഫസ്റ്റ് അധികാരത്തിലേക്ക് വന്ന സമയമായിരുന്നു. അപ്പം ജെയിംസ് ഫസ്റ്റും ചാൾസ് ഫസ്റ്റും കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരുന്നത് ചാൾസ് സെക്കൻഡും ജെയിംസ് സെക്കൻഡും തന്നെയാണ്. 1660 ചാൾസ് സെക്കൻഡ് അധികാരത്തിലേക്ക് വരുന്നു. അതിനുശേഷം 1685 ജെയിംസ് സെക്കൻഡ് അധികാരത്തിലേക്ക് വരുന്നു. പക്ഷേ ഈ ജെയിംസ് സെക്കൻഡ് ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾ വലിയ രൂപത്തിൽ അദ്ദേഹത്തോട് എതിർപ്പ് പ്രകടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 1688 അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറുകയാണ്. അതിനുശേഷം വില്യം തേർഡ് എന്ന് പറയുന്ന റൂളർ ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിട്ട് മാറുക. ഈ 1688 1685 ശേഷം 3 വർഷത്തിന് ശേഷം ജെയിംസ് സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ ത്രോണ് ഒഴിഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം വന്നു. ഈ ഒരു ഭരണമാറ്റത്തെയാണ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, എന്താണ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിൽ ക്വസ്റ്റ്യൻ വന്നേക്കാം. അതെന്ന് വെച്ചാൽ ജെയിംസ് സെക്കൻഡിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി വില്യം തേർഡ് ഇംഗ്ലണ്ടിലെ റൂളറായിട്ട് വരുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തു പോവുക. മറ്റൊന്ന്, ഈ സമയത്തുള്ള ലിറ്റററി ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ സമയത്ത് വീണ്ടും
തിയേറ്റേഴ്സ് റീഓപ്പൺ ചെയ്യുന്നുണ്ട്. തിയേറ്റേഴ്സ് റീസ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രാമാസ് ഈ സമയത്ത് വീണ്ടും വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ സമയത്തുള്ള ഡ്രാമാസിനെ നമ്മൾ വിളിക്കുന്നത് കോമഡി ഓഫ് മാനേഴ്സ് എന്ന് വെച്ചാൽ അപ്പർ ക്ലാസ് മാനേഴ്സിനെയും മറ്റുമൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, എലീറ്റ് ക്ലാസിൻ്റെ മാനേഴ്സിനെയും മറ്റുമൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള, അതിനെ സറ്റൈറൈസ് ചെയ്തുകൊണ്ടും അതിനെ പ്രൈസ് ചെയ്തുകൊണ്ടും ഒക്കെ വരുന്ന ഒരുപാട് ഡ്രാമാസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിലുള്ള ഡ്രാമാസിനെയാണ് കോമഡി ഓഫ് മാനേഴ്സ് എന്നുള്ള രൂപത്തിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ റെസ്റ്റോറേഷൻ കോമഡീസിനെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്, അതാണ് കോമഡി ഓഫ് മാനേഴ്സ് എന്നുള്ള കാര്യം കൂടി ഓർത്തു പോകും. അതേപോലെ തന്നെ ഈ സമയത്ത് ഒരുപാട് ക്ലാസിക്കൽ റൈറ്റേഴ്സ്, ക്ലാസിക്കൽ ഗ്രീക്ക് റൈറ്റേഴ്സ്, ക്ലാസിക്കൽ റോമൻ റൈറ്റേഴ്സ്, അതേപോലെ തന്നെ ക്ലാസിക്കൽ ബ്രിട്ടീഷ് റൈറ്റേഴ്സ്, ഇവരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന അവരുടെയൊക്കെ വർക്ക്സിലുള്ള സ്റ്റൈൽസും മറ്റു കാര്യങ്ങളൊക്കെ വീണ്ടും വർക്ക്സിലേക്ക് കൊണ്ടുവരുന്ന, ആ സ്റ്റൈലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ലിറ്റററി ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഈ ഏജിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന്, ഒരുപാട് പ്രോസ് വർക്ക്സ് ഒരുപാട് വരുന്ന ഏജ് കൂടിയാണ് ഈ റെസ്റ്റോറേഷൻ ഏജ് എന്നുള്ള കാര്യം ഓർത്തുപോയി. ഇതൊക്കെയാണ് ലിറ്റററി ക്യാരക്ടർ സൈഡ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് കോമഡി ഓഫ് മാനേഴ്സ്. റെസ്റ്റോറേഷൻ ഡ്രാമാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോമഡി ഓഫ് മാനേഴ്സ് എന്നുള്ള കാര്യം ഓർത്തുപോയി. ഈ സമയത്താണ് ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റൈൽസും മറ്റും ആളുകൾ കോപ്പി ചെയ്യുന്നതായിട്ടും റൈറ്റേഴ്സ് കോപ്പി ചെയ്യുന്നതായിട്ടും വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുപോകും. മറ്റൊന്ന്, ഈ ഏജിലുള്ള റൈറ്റേഴ്സിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റൈറ്ററാണ് ജോൺ ഡ്രൈഡൻ. ഈ ഏജിനെ നമ്മൾ ഏജ് ഓഫ് ഡ്രൈഡൻ എന്നുള്ള പേരിൽ കൂടി വിളിക്കാറുണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. സോ ജോൺ ഡ്രൈഡൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹി വാസ് ദ ഫസ്റ്റ് പോയറ്റ് ലോററ്റ് ഓഫ് ഇംഗ്ലണ്ട് ഇൻ 1668. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ പോയറ്റ് ലോററ്റ് ആയിട്ട് വരുന്നത് ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നേക്കാം. അതിനുള്ള ആൻസറാണ് ജോൺ ഡ്രൈഡൻ. ജോൺ ഡ്രൈഡൻ എന്നാണ് പോയറ്റ് ലോററ്റ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ 1668 അദ്ദേഹം ഇംഗ്ലണ്ടിലെ പോയറ്റ് ലോററ്റ് ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വാൾട്ടർ സ്കോട്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് ഗ്ലോറിയസ് ജോൺ എന്നുള്ള രൂപത്തിലാണ്. WH ഓഡൻ എന്ന് പറയുന്ന മറ്റൊരു മോഡേൺ ഏജിലൊക്കെ വരുന്ന റൈറ്ററാണ് WH ഓഡൻ. അദ്ദേഹത്തെ വിളിക്കുന്നത് മാസ്റ്റർ ഓഫ് മിഡിൽ സ്റ്റൈൽ എന്നുള്ള പേരിലാണ് WH ഓഡൻ ഇദ്ദേഹത്തെ റെഫർ ചെയ്യുന്നത്. വാൾട്ടർ സ്കോട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റൊമാൻറ്റിക് ഏജിലാണ് വാൾട്ടർ സ്കോട്ട് വരുന്നത്. വാൾട്ടർ സ്കോട്ടിൻ്റെ ഹിസ്റ്റോറിക്കൽ നോവൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാൾട്ടർ സ്കോട്ടാണ് ഇദ്ദേഹത്തെ ഗ്ലോറിയസ് ജോൺ എന്നുള്ള രൂപത്തിൽ വിളിക്കുന്നത്. WH ഓഡൻ ഇദ്ദേഹത്തെ റെഫർ ചെയ്യുന്നത് മാസ്റ്റർ ഓഫ് മിഡിൽ സ്റ്റൈൽ എന്നാണ്. സാമുവൽ ജോൺസൺ ഇദ്ദേഹത്തെ റെഫർ ചെയ്യുന്നത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്നുള്ള പേരിലാണ്. സാമുവൽ ജോൺസൺ ഇദ്ദേഹത്തെ ക്രിറ്റിസൈസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ റെഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തു പോകാം. മറ്റൊന്ന്, ഇദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ കമൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് സാമുവൽ ജോൺസൺ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഹി ഫൗണ്ട് ഇംഗ്ലീഷ് എ ബ്രിക്ക് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് എ മാർബിൾ. അപ്പം ബ്രിക്കായിട്ട് വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അദ്ദേഹം ഒരുപാട് പോളിഷ് ചെയ്തുകൊണ്ട് ഒരു മാർബിളാക്കി മാറ്റി എന്നുള്ള രൂപത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് സാമുവൽ ജോൺസൺ ആണ്. മറ്റൊന്ന്, T.S. Eliot നടത്തിയിട്ടുള്ളൊരു കമൻറ്റ് എന്ന് പറയുന്നത്, വി കാൺ ഫുള്ളി എൻജോയ് ഓർ റൈറ്റ്ലി എസ്റ്റിമേറ്റ് 100 years ഓഫ് ഇംഗ്ലീഷ് പോയട്രി അൺലെസ് വി ഫുള്ളി എൻജോയ് ഡ്രൈഡൻ. അപ്പോൾ ഡ്രൈഡൻ എൻജോയ് ചെയ്താൽ മാത്രമേ നമുക്ക് 100 വർഷത്തേക്കുള്ള ഇംഗ്ലീഷ് പോയട്രിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ള രൂപത്തിൽ കമൻറ്റ് നടത്തിയിട്ടുള്ളത് T.S. Eliot ആണ്. അപ്പോൾ T.S. Eliotൻ്റെയും സാമുവൽ ജോൺസൻ്റെയും അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് ഓർത്തു പോവുക. മറ്റൊന്ന്, ഇദ്ദേഹം ഇംഗ്ലണ്ടിലെ ആദ്യത്തെ പോയറ്റ് ലോററ്റ് ആയിരുന്നു എന്നുള്ള ഓർത്തു പോവുക. പോയറ്റ് ലോററ്റായ വർഷം 1668 ആണ് എന്നുള്ള കാര്യം ഓർത്തു പോവുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പോയാണ്, അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പോയാണ് ആനസ് മിറാബിലിസ്. പക്ഷേ ആനസ് മിറാബിലിസ് ഒരുപാട് എന്താ പറയുക, അദ്ദേഹത്തെ ഫെയിം ആകുക അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് ആളുകൾ വായിക്കപ്പെട്ടിട്ടുള്ളൊരു വർക്കല്ല ആനസ് മിറാബിലിസ് എന്ന് പറയുന്ന വർക്ക്. പക്ഷേ അദ്ദേഹം എഴുതിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ കരിയറിൽ എഴുതിയിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് പോയമാണ് ഈ ആനസ് മിറാബിലിസ് എന്ന് ഉള്ള കാര്യം ഓർത്തു പോവുക. മറ്റൊന്ന്, ഓൾ ഫോർ ലവ് എന്ന് പറയുന്ന ഒരു ഡ്രാമ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓൾ ഫോർ ലവ് എന്ന് പറയുന്നൊരു മറ്റൊരു വർക്കാണ്. ഓൾ ഫോർ ലവ് എന്ന് പറയുന്നൊരു ഡ്രാമ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു പോവുക. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പോയംസിനെ കുറിച്ചാണ് പറയുന്നത്. പൊളിറ്റിക്കൽ പോയംസ് ആയിട്ട് അബ്സലോം ആൻഡ് ആർക്കിറ്റോഫ്, മാക് ഫ്ലക്നോ, ഹിന്ദ് ആൻഡ് ദ പാന്തർ, റിലീജിയോ ലേസി പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പോയംസ് ആണ് ഡ്രൈഡനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിൽ വന്ന് കണ്ടിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് അബ്സലോം ആൻഡ് ആർക്കിറ്റോഫൽ. അബ്സലോം ആൻഡ് ആർക്കിറ്റോഫൽ സബ് ടൈറ്റിൽ ഓർത്തു പോയ എ സറ്റയർ ഓൺ ദ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ്സ് എന്നുള്ളതാണ് ഈ വർക്കിൻ്റെ സബ് ടൈറ്റിൽ എന്നുള്ള കാര്യം കൂടി ഓർത്തു പോവുക. ഈ വർക്കിൽ അദ്ദേഹം ഹീറോയിക് കപ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദ ക്യാരക്ടർ അബ്സലോം റെഫേഴ്സ് ടു
ഡ്യൂക്ക് ഓഫ് മോൺമൗത്ത്. അതിൽ ആബ്സലോം എന്ന് പറയുന്ന ക്യാരക്ടർ റെഫർ ചെയ്യുന്നത് ഡ്യൂക്ക് ഓഫ് മോൺമൗത്തിനെയാണ്. ഡ്യൂക്ക് ഓഫ് മോൺമൗത്തിനെ അദ്ദേഹം ഈ വർക്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ സറ്റൈറൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഈ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പ്യൂരിറ്റൻസ് റിവോൾട്ട് അഗെയിൻ ജെയിംസ് സെക്കൻഡ്. നമ്മൾ പറഞ്ഞു ജെയിംസ് സെക്കൻഡ് 1685 അധികാരത്തിൽ വന്നു. 1688 അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നു. അവർ പ്യൂരിറ്റൻസ് നടത്തിയിട്ടുള്ള ഒരു റിവോൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് ജെയിംസ് സെക്കൻഡിന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നത്. ഇവിടെ ജോൺ ഡ്രൈഡൻ ആ സമയത്ത് കിങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള റൈറ്റർ ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു പോവാം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്യൂരിറ്റൻസിനെ എല്ലാം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ അബ്സലോം ആൻഡ് ആർക്കിറ്റോഫർ എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു പോവുക. സോ ദ വർക്ക് ഈസ് നോൺ ആസ് ദ പോപ്പിഷ് പ്ലോട്ട് എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്ന വർക്കാണ്. ഇനി ഈ വർക്കിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഗ്രേറ്റ് വിറ്റ്സ് ആർ ടു മാഡ്നസ് നിയർ അലൈഡ് ആൻഡ് തിൻ പാർട്ടീഷൻസ് ഡു ദെയർ ബൗണ്ട്സ് ഡിവൈഡ് എന്ന് പറയുന്ന ഈ വർക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനാണ്. മറ്റൊന്ന്, നൗ സ്റ്റോപ്പ് യുവർ നോസസ് റീഡേഴ്സ് ഓൾ ആൻഡ് സം ഫോർ ഹിയർ ഈസ് എ ടൺ ഓഫ് മിഡ് നൈറ്റ് വർക്ക് ടു കം ഫ്രം എ ട്രീസൺ ടാവേൺ റോളിംഗ് ഹോം എന്ന് പറയുന്നത് ഈ വർക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തു പോവുക. ഇത്രയുമാണ് അബ്സലോം ആൻഡ് ആർക്കിറ്റോഫർ എന്ന് പറയുന്ന ജോൺ ഡ്രൈഡൻ്റെ പൊളിറ്റിക്കൽ പോയത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പോയാണ് മെഡൽ എന്ന് പറയുന്ന വർക്ക്. സോ ഈ മെഡൽ എന്ന് പറയുന്ന വർക്ക് അതിൻ്റെ സബ്ടൈറ്റിൽ സറ്റയർ അഗൈൻസ്റ്റ് സെഡീഷൻ എന്നാണ്. ഈ വർക്കിൽ അദ്ദേഹം തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോണ്ടംപററി ആയിട്ടുള്ള ഒരു റൈറ്ററെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനെ അഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് ഷാഡ്വെൽ പിന്നീട് ഡ്രൈഡനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു വാർ ഓഫ് ബുക്സ് അല്ലെങ്കിൽ ഇവർ എന്താ പറയുക ബുക്സിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ബുക്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് തുടക്കമിട്ടൊരു വർക്കാണ് മെഡൽ എന്ന് പറയുന്ന ജോൺ ഡ്രൈഡൻ്റെ വർക്ക് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തു പോകും. മറ്റൊന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് മാക് ഫ്ലക്നോ. ഈ മാക് ഫ്ലക്നോ എന്ന് പറയുന്ന വർക്കിൽ സറ്റൈറൈസ് ചെയ്യുന്നത് തോമസ് ഷാഡ്വെലിനെയാണ്. ഏറ്റവും റീസെൻ്റായി നടന്നൊരു കേട്ടർ എക്സാമിനേഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക് ഫ്ലക്നോ എന്ന് പറയുന്ന വർക്കിൽ ഇദ്ദേഹം സറ്റൈറൈസ് ചെയ്യുന്നത് ആരെയാണ് എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മാക് ഫ്ലക്നോ എന്ന് പറയുന്ന വർക്കിൽ ഇദ്ദേഹം സറ്റൈറൈസ് ചെയ്യുന്നത് തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോണ്ടംപററി റൈറ്ററെയാണ് എന്നുള്ള കാര്യം ഓർത്തു പോകാം. ഇവിടെ റിച്ചാർഡ് ഫ്ലക്നോ വാസ് പോർട്രേഡ് ആസ് ദ കിങ് ഓഫ് ഡൾനെസ്. ഈ പോയത്തിൽ വരുന്നൊരു മെയിൻ ആയിട്ടുള്ള ഹീറോ ആണ് റിച്ചാർഡ് ഫ്ലക്നോ. ഈ റിച്ചാർഡ് ഫ്ലക്നോയെ കിങ് ഓഫ് ഡൾനെസ് ആയിക്കൊണ്ടാണ് പോർട്രേ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുപോ. ഇതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ്. ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡിക്കേ ആൻഡ് വെൻ ഫെയ്റ്റ് സമൺസ് മൊണാർക്സ് മസ്റ്റ് ഒബേ എന്നുള്ള രൂപത്തിലൊരു ലൈന് ഈ വർക്കിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുപോയി. ഇത്രയുമാണ് മെഡൽ എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചുള്ളത്. മറ്റ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പോയംസിനെ കുറിച്ച് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. അതിലൊന്നാണ് റിലീജിയോ ലേസി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആംഗ്ലിക്കൻ ചേർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ് റിലീജിയോ ലേസി എന്ന് പറയുന്നത്. ഹിന്ദ് ആൻഡ് ദ പാന്തോ എന്ന് പറയുമ്പം അത് അദ്ദേഹത്തിൻ്റെ കാത്തോലിസത്തിലേക്കുള്ള കൺവേർഷനാണ് കാണിക്കുന്നത്. അതിൽ ഹിന്ദ് എന്ന് പറയുന്നത് കാത്തോലിക്കിനെ സിംബലൈസ് ചെയ്യുന്നതായിട്ടും പാന്തർ എന്ന് പറയുന്നത് ആംഗ്ലിക്കൻസിനെ സിംബലൈസ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഫസ്റ്റ് വൺ ഈസ് റിലീജിയോ ലേസി എന്നുള്ള ടൈറ്റിൽ കൊണ്ട് മീൻ ചെയ്യുന്നത് ലെയ്മാൻസ് ഫെയ്ത്ത് എന്നാണ്. ലെയ്മാൻ എന്ന് പറഞ്ഞാൽ കോമൺ മാൻ എന്നാണ്. കോമൺ മാൻസ് ഫെയ്ത്ത് എന്നാണ് റിലീജിയോ ലേസി എന്നുള്ള ടൈറ്റിൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ റിലീജിയോ ലേസി എന്ന് പറയുന്ന വർക്ക് കൊണ്ട് അദ്ദേഹം കാണിക്കുന്നത് ഡ്രൈഡൻ ഷോസ് ഈ സപ്പോർട്ട് ടു ആംഗ്ലിക്കൻ ചേർച്ച്. അദ്ദേഹം ആദ്യം ആംഗ്ലിക്കൻ ചേർച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളായിരുന്നു. പിന്നീട് അദ്ദേഹം കാത്തോലിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ കാത്തോലിക്സിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഡ്രൈഡൻ്റെ കൺവേർഷൻ കാണിക്കുന്ന വർക്കാണ് ഹിന്ദ് ആൻഡ് ദ പാന്തർ എന്ന് പറയുന്ന വർക്ക്. ഹിന്ദ് ആൻഡ് ദ പാന്തർ എന്ന് പറയുന്ന വർക്കിൻ്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് പോയം ഇൻ 3 പാർട്സ് എന്നുള്ളതാണ്. ഇത് ഇറ്റ് മാർക്സ് ഡ്രൈഡൻസ് കൺവേർഷൻ ടു കാത്തലിസം. അദ്ദേഹം ഞാൻ പറഞ്ഞു നേരത്തെ ആംഗ്ലിക്കൻ ചേർച്ചിൽ ബിലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചേർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൈറ്ററായിരുന്നു ജോൺ ഡ്രൈഡൻ. പിന്നീട് അദ്ദേഹം കാത്തോലിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. ഈ കാത്തോലിസത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കൺവേർഷൻ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഹിന്ദ് ആൻഡ് ദ പാന്തർ എന്ന് പറയുന്ന വർക്കിലൂടെ. ഇവിടെ ഹിന്ദ് എന്നുള്ളത് സിംബലൈസ് ചെയ്യുന്നത് കാത്തലിക്സിനെയാണ്, പാന്തർ എന്നുള്ളത് സിംബലൈസ് ചെയ്യുന്നത് ആംഗ്ലിക്കൻസിനെയാണ് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തുപോയി. ഇത്രയുമാണ് ജോൺ ഡ്രൈഡൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന രൂപത്തിൽ നമുക്ക് പറയാനുള്ളത്. ജോൺ ഡ്രൈഡൻ്റെ പൊളിറ്റിക്കൽ പോയംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ജോൺ ഡ്രൈഡനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ പറഞ്ഞു റെസ്റ്റോറേഷൻ ഏജിനെ ഏജ് ഓഫ് ഡ്രൈഡൻ എന്നുള്ള പേരിൽ കൂടി വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹമാണ് ഇംഗ്ലണ്ടിലെ ആദ്യത്തെ പോയറ്റ് ലോററ്റ്. ആ പോയറ്റ് ലോററ്റ് ആയിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1668 ആണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തു പോവുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്നത് സാമുവൽ ബട്ട്ലർ ആണ്. സാമുവൽ ബട്ട്ലറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ഹ്യൂഡിബ്രസ് ആണ്. ഹ്യൂഡിബ്രസ് എന്ന് പറയുന്ന വർക്കിലൂടെ അദ്ദേഹം പ്യൂരിറ്റൻസിനെ മോക്ക് ചെയ്യാണ്.
നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സാമുവൽ ബട്ട്ലർ എന്ന് പറയുന്ന റൈറ്റർ മൊണാർക്കിയെ, കിങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള റൈറ്ററാണ്. അദ്ദേഹം പ്യൂരിറ്റൻസിനെ മോക്ക് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള വർക്കാണ് ഹ്യൂഡിബ്രസ് എന്ന് പറയുന്ന വർക്ക്. ഈ ഹ്യൂഡിബ്രസ് എന്ന് പറയുന്ന വർക്ക് സ്പാനിഷ് റൈറ്റർ ആയിട്ടുള്ള സെർവാൻഡിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഡോൺ കിഹോട്ടെ. ഈ ഡോൺ കിഹോട്ടെ എന്ന് പറയുന്ന സ്പാനിഷ് വർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഹ്യൂഡിബ്രസ് എന്ന് പറയുന്ന വർക്കിനെ എന്നുള്ളത് ഓർത്തു പോവുക. അതേപോലെ തന്നെ ദ ഫെയറി ക്വീൻ എഡ്മണ്ട് സ്പെൻസർ, എലിസബത്തൻ ഏജിൽ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ് എഡ്മണ്ട് സ്പെൻസർ. ആ എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്ന റൈറ്ററുടെ പോയമായിരുന്നു ദ ഫെയറി ക്വീൻ. ഈ ഫെയറി ക്വീൻ എന്ന് പറയുന്ന വർക്കിൽ നിന്നുമാണ് ഹ്യൂഡിബ്രസിൻ്റെ ടൈറ്റിൽ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു പോകുക. അപ്പം ഹ്യൂഡിബ്രസുമായി ബന്ധപ്പെട്ട് 2 വർക്ക്സ് ഇതിന് ഇൻഫ്ലുവൻസ് ആയിട്ട് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈ സ്പാനിഷ് റൈറ്റർ ആയിട്ടുള്ള സെർവാൻഡയുടെ ഡോൺ കിഹോട്ടെ എന്ന് പറയുന്ന വർക്കും, അതേപോലെ തന്നെ എഡ്മണ്ട് സ്പെൻസർ ബ്രിട്ടീഷ് എലിസബത്തൻ ഏജ് റൈറ്റർ ആയിട്ടുള്ള എഡ്മണ്ട് സ്പെൻസറുടെ ഫെയറി ക്വീൻ എന്ന് പറയുന്ന പോയവും ഈ വർക്കിനെ സാമുവൽ ബട്ട്ലറിൻ്റെ ഹ്യൂഡിബ്രസ് എന്ന് പറയുന്ന വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു പോവുക. മറ്റൊന്ന് സാമുവൽ പെപ്പീസ് ആണ്. സാമുവൽ പെപ്പീസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ 1652 to 1660 വരെയുള്ള കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരുപാട് ഡയറീസ് ചെയ്തു. ഈ ഡയറിയിൽ ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ആംഗ്ലോ ഡച്ച് വാർ വരുന്നുണ്ട്, ഗ്രേറ്റ് ഫയർ ഇൻ ലണ്ടൻ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോർട്രേ ചെയ്യുന്ന സാമുവൽ പെപ്പീസിൻ്റെ ഡയറി ഉണ്ടായിരുന്നു. ഈ ഡയറിയാണ് സാമുവൽ പെപ്പീസിനെ ഫേമസ് ആക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു പോകുക. മറ്റൊന്ന് ജെറമി കൊളിയർ ആണ്. ജെറമി കൊളിയർ വളരെ പ്രധാനപ്പെട്ട ഒരു പാംഫ്ലെറ്റ് റൈറ്ററാണ്. അദ്ദേഹം ഇംഗ്ലീഷ് തിയേറ്റേഴ്സിനെ, ആ സമയത്തുള്ള ഇംഗ്ലീഷ് തിയേറ്ററിക്കൽ സ്റ്റൈലിനെ ഒക്കെ വലിയ രൂപത്തിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള റൈറ്ററാണ് ജെറമി കൊളിയർ. അദ്ദേഹം എഴുതിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാംഫ്ലെറ്റ് ആണ് ഷോർട്ട് വ്യൂ ഓഫ് ഇമ്മോർട്ടാലിറ്റി ആൻഡ് പ്രൊഫൈൻനെസ് ഓഫ് ദ ഇംഗ്ലീഷ് സ്റ്റേജ് എന്ന് പറയുന്ന ജെറമി കൊളിയറിൻ്റെ വർക്കാണ്. ഈ വർക്കിലൂടെ അദ്ദേഹം ഇംഗ്ലീഷ് തിയേറ്റേഴ്സിനെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റൊരു റൈറ്റർ തോമസ് റൈമർ ആണ്. തോമസ് റൈമറിൻ്റെ വർക്ക്സിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പോയറ്റിക് ജസ്റ്റിസ്, കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയും. ഒരു പോയറ്റ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ റേഷണലി അല്ലെങ്കിൽ നമ്മൾ പൊതുവിൽ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന സമയത്ത് കൊണ്ടുവരാൻ കഴിയാത്ത പല ഇമേജുകളും പല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ജസ്റ്റിസ് എന്നുള്ള ഒരു കാര്യം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുക. അപ്പോൾ പോയറ്റിക് ജസ്റ്റിസ് എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത് തോമസ് റൈമർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് പോവുക. മറ്റൊന്ന് ഇംഗ്ലണ്ടിലെ കോമഡി ഓഫ് മാനേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റൈറ്ററാണ് ജോർജ് എത്രൈസ്. നമ്മൾ പറഞ്ഞു കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ ഡ്രാമാസിനെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കുന്നതാണ് കോമഡി ഓഫ് മാനേഴ്സ്. ഈ കോമഡി ഓഫ് മാനേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട പയനിയറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ആളാണ് ജോർജ് എതറേജ്. ജോർജ് എതറേജിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ദ മാൻ ഓഫ് മോഡ്. മാൻ ഓഫ് മോഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ഫ്ലോപ്പിംഗ് ഫ്ലട്ടർ. സോ സബ് ടൈറ്റിലായിട്ടും ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ദ മാൻ ഓഫ് മോഡ് എന്ന് പറയുന്ന വർക്കിൻ്റെ സബ് ടൈറ്റിലായിട്ട് വരുന്നത് സർ ഫ്ലോപ്പിംഗ് ഫ്ലട്ടർ എന്നാണ് മാൻ ഓഫ് മോഡിൻ്റെ സബ് ടൈറ്റിൽ എന്നുള്ള കാര്യം കൂടി ഓർത്തു പോവുക. മറ്റൊരു പ്രധാനപ്പെട്ട റൈറ്ററാണ് ആഫ്ര ബെൻ. ഈ ആഫ്ര ബെന്നെ കുറിച്ച് പറയുമ്പം ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് റൈറ്റിങ്ങിലൂടെ കുറച്ച് പൈസ ഏൺ ചെയ്യുന്ന ആദ്യത്തെ റൈറ്ററായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അഫ്ര ബെന്നെയാണ്. സോ അഫ്ര ബെൻ ഈസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് റൈറ്റർ ഹു ഏൺഡ് ഫ്രം റൈറ്റിംഗ്, ദറ്റ് ഈസ് അഫ്ര ബെൻ. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അഫ്ര ബെൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ഫസ്റ്റ് വൺ ഈസ് റോവോ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഉറുനോക്കോ. ഈ ഉറുനോക്കോ എന്ന് പറയുന്ന വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് സുരിനാമിലാണ്. ആക്ച്വലി അഫ്ര ബെൻ കുറച്ചു കാലം സുരിനാം എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സുരിനാമിലുള്ള അവരുടെ എക്സ്പീരിയൻസിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഉരുനോക്കോ എന്ന് പറയുന്ന വർക്ക് അവർ കമ്പോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ റോവർ എന്ന് പറയുന്ന വർക്കിൻ്റെ സബ് ടൈറ്റിൽ ഓർത്തു പോവുക ബാനിഷ്ഡ് കവാലിയേഴ്സ് എന്നുള്ളതാണ് റോവർ എന്ന് പറയുന്ന വർക്കിൻ്റെ സബ് ടൈറ്റിൽ. ഉരുനോക്കോ എന്ന് പറയുന്ന വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് സുരിനാമിലാണ്. ഈ വർക്കിൽ വരുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒന്ന് മെയിൻ ക്യാരക്ടർ ഉരുനോക്കോ, മറ്റൊന്ന് ഇമോയിൻഡ് എന്ന് പറയുന്ന ലേഡിയുമായിട്ട് ഉരുനോക്കോ റിലേഷൻഷിപ്പിലെത്തുകയും ലവ് റിലേഷൻഷിപ്പിലേക്ക് വരികയും പക്ഷേ ഈ ഉരുനോക്കോയുടെ തന്നെ ഗ്രാൻഡ് ഫാദർ ഇമോയിൻ്റെയുമായിട്ട് റിലേഷനിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉരുനോക്കോ എന്ന് പറയുന്ന വർക്കിൽ വരുന്നത്. ഉരുനോക്കോയിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് ഉരുനോക്കോ ആൻഡ് ഇമോയിൻഡ എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് സുരിനാം എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു പോവുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ് വില്യം വിഷേർലിയുടെ വളരെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് കൺട്രി വൈഫാണ്. ഈ കൺട്രി വൈഫ് എന്ന് പറയുന്ന വർക്കിൽ ഹിപ്പോക്രറ്റിക്കൽ അപ്പർ ക്ലാസ് വുമൺ, നമ്മൾ പറഞ്ഞു കോമഡി ഓഫ് മാനേഴ്സിലൊക്കെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എലീറ്റ് ക്ലാസ്സിൽ വരുന്ന അപ്പർ ക്ലാസ്സിൽ വരുന്ന ആളുകളുടെ മാനേഴ്സിനെയും മറ്റുമൊക്കെ മോക്ക് ചെയ്യുകയും അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കോമഡി ഓഫ് മാനേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഹിപ്പോക്രറ്റിക്കൽ അപ്പർ ക്ലാസ് വുമണിനെ
ക്രിറ്റിസൈസ് ചെയ്യുന്ന സറ്റൈറൈസ് ചെയ്യുന്ന ഒരു വർക്കാണ് ദ കൺട്രി വൈഫ് എന്നുള്ള കാര്യം ഓർത്ത് പോവുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ദ പ്ലെയിൻ ഡീലർ. വില്യം ഷേർലിയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് പറയുമ്പോൾ ഒന്ന് കൺട്രി വൈഫാണ്, മറ്റൊന്ന് ദ പ്ലെയിൻ ഡീലറാണ്. മറ്റൊരു റൈറ്റർ എന്ന് പറയുന്നത് സർ ജോൺ വാൻഡ്രോ ആണ്. ജോൺ വാൻഡ്രോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദ പ്രൊവോക്ഡ് വൈഫാണ്. ലാസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ജോൺ ഗേ ആണ്. ജോൺ ഗേയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദ ബെഗേഴ്സ് ഒപ്പേര എന്ന് പറയുന്ന വർക്കാണ്. സോ ഈ റൈറ്റേഴ്സിൻ്റെ എല്ലാം പേരും അവരെഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട വർക്ക്സും മാത്രം ഓർത്തു പോയാൽ മതി. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. വില്യം ഷേർലിയുടെ കൺട്രി വൈഫ് പ്ലെയിൻ ഡീലർ, ജോൺ വാൻഡ്രോയുടെ ദ പ്രൊവോക്ഡ് വൈഫ്, ജോൺ ഗേയുടെ ദ ബെഗേഴ്സ് ഒപ്പേര. മറ്റൊരു റൈറ്റർ വില്യം കോൺട്രീവ് ആണ്. വില്യം കോൺട്രീവിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ഏറ്റവും റീസെൻ്റ് ആയി നടന്ന കേട്ടർ എക്സാമിൽ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. വില്യം കോൺട്രീവിൻ്റെ വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ച വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന വർക്ക് ആരാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആരാണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത് വില്യം കോൺട്രീവ് എന്ന് പറയുന്ന റെസ്റ്റോറേഷൻ ഡ്രാമറ്റിസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് പോയി. ഇത്രയുമാണ് റെസ്റ്റോറേഷൻ ഏജിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. റെസ്റ്റോറേഷൻ ഏജിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. റെസ്റ്റോറേഷൻ ഏജ് ഈസ് ഓൾസോ നോൺ ആസ് ഏജ് ഓഫ് ട്രൈഡൻ. അതേപോലെ 1660 മുതൽക്കാണ് റെസ്റ്റോറേഷൻ ഏജ് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. 1660 ഇംഗ്ലീഷ് മൊണാർക്കിക്കൽ റൂൾ, ചാൾസ് സെക്കൻഡ് വീണ്ടും അധികാരത്തിൽ വരുന്നതിലൂടെ ഇംഗ്ലീഷ് മൊണാർക്കിക്കൽ റൂള് വീണ്ടും റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റെസ്റ്റോറേഷൻ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് പോവുക. ഈ ഏജിലുള്ള വളരെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സും അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സും നമ്മൾ നിരന്തരമായിട്ട് എക്സാമിന് കാണുന്നതാണ്. സോ അതും കൃത്യമായിട്ട് ഓർത്ത് പോവുക എന്നുള്ളതാണ് ഈ ഏജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. സോ ഇതിന് ശേഷം വരുന്ന ഏജ് എന്ന് പറയുന്നത് എൻലൈറ്റൻമെൻറ്റ് ഏജ് അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഏജ് അല്ലെങ്കിൽ ഓഗസ്റ്റൻ ഏജ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ വരുന്ന ഏജിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.